ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോഴേ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഒന്ന് ഇടണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റാണി പി സദാശിവൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ രംഗത്തെത്തിയതല്ല, രംഗത്തെത്തിച്ചിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോസും ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഒരുപാട് വീഡിയോസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ഫുള്ള് വീഡിയോ കാണാത്തത് കൊണ്ടൊക്കെയായിരുന്നു ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് അവരുടെ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ പിന്നീടാണ് കണ്ടതും. ഈ റാണി പി സദാശിവൻ ആരാന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ, യൂട്യൂബേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാര്യം യൂട്യൂബേഴ്സായിട്ടുള്ള എല്ലാവരുടെയും വീഡിയോസിൻ്റെ അടിയിലും ചാനലിലൊക്കെ ചെന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ഈ റാണി പി സദാശിവൻ അല്ലേ. ഇപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം കേട്ടോ. കാര്യം ഇത്രയും മോശമായ വാക്കുകൾ പറയുന്ന വേറൊരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ആളാണ് കേട്ടോ ഈ റാണി പി സദാശിവൻ. നമ്മൾ സാധാരണ നമ്മളൊരു വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കിനോ അല്ല ലൈവ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സ്ഥിരമായിട്ട് അറിയാം ഇങ്ങനെ വരുന്ന ബാഡ് കമൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലും പേരും വരുന്നതൊക്കെ ജെൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. പക്ഷേ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു തിരിച്ചടി തന്നെയാണ്. റാണിയൊക്കെ അങ്ങനെ വീട്ടിൽ പോയാണ് പൊക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജോലി സ്ഥലത്ത് പോയാണ് പൊക്കിയിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കും അതൊന്ന് കാണാം. കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. ചേച്ചി അറിയില്ല, അരി വന്നു ചേച്ചി, അറിയില്ല അരി. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ, ഇത് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പം അവർ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവരുടെ വീഡിയോസിനൊക്കെ അടിയിൽ വന്നിട്ട് ഒരുപാട് വൃത്തികെട്ട കമൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ അത് ഇവരുടെ മാത്രമൊന്നുമല്ല, നമുക്ക് അറിയാം നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ചാനൽ. അപ്പോൾ ദീപ്തി ടീച്ചറിനെ എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന, ടീച്ചറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള മോശമായ കാര്യങ്ങളൊക്കെ ടീച്ചർ തന്നെ കമൻസും സ്ക്രീൻഷോട്ട് സഹിതവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്കിതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ. അപ്പം ഇവരെ നേരിട്ട് പോയി പൊക്കിയിരിക്കുകയാണ് ആര്യ, നമ്മുടെ വി ആർ ഇൻ ലവ് ഫാമിലിയിലെ കുഞ്ചൂസും അപ്പു എന്ന് പറയുന്നവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫുമാണ് കേട്ടോ. ഞാൻ ആരുടെയും പക്ഷത്തല്ല കേട്ടോ. ഞാനെനിക്ക് ഈ വി ആർ ഇൻ ലവ് ഫാമിലി എന്ന് പറഞ്ഞ അവരുടെ ചാനൽ ഞാൻ കാണുന്നതാണ്. നേരത്തെ ഞാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പം റാണിയൊക്കെ ചെയ്യുന്ന വളരെ മോശമായ കാര്യമാണ്. റാണി എന്ന് പറയുന്ന അവർ ചെയ്ത വെല്ലും നമ്മളെ അറിയാത്ത ആൾക്കാരെക്കുറിച്ച് ഒരു ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുന്ന അറിയാത്ത ആൾക്കാരെക്കുറിച്ചാണ് അവർ വീട്ടിലിരുന്നുകൊണ്ട് ഒക്കെ ഈ മോശം കമൻറ്റുകളൊക്കെ ഇടുന്നത്. അങ്ങനെയാണ് വി ആർ ഇൻ ലവ് ഫാമിലി രണ്ടുപേരും കൂടി പോയിട്ട് ഇവരെ നേരിട്ട് പോയി പൊക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം, അവർ തെറ്റുകാരിയാണ്. അവർ ചെയ്തത് വളരെ മോശമാണ്. അവരെ പോയി പൊക്കിയതും സംസാരിച്ചതും എടുത്തതും ഒക്കെ കറക്റ്റാണ്. പക്ഷേങ്കിൽ എനിക്കിവർ ചെയ്തതിൽ വി ആർ ഇൻ ലവ് ഫാമിലി ചെയ്തതിനോട് ചെറിയൊരു എതിർപ്പുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല. ആ ഒരു വീഡിയോ ഞാൻ പിന്നീടാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എന്തോന്ന് നമുക്കൊന്ന് കാണാം. റാണി പി സദാശിവത്തിൻ്റെ വീട്ടിൽ പോയാണ് അവരെ ആദ്യം അന്വേഷിച്ചതെന്ന് തോന്നുന്നു. അപ്പം റാണി പി സദാശിവത്തിൻ്റെ വീടും അവരുടെ മോളുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോയിൽ കൊച്ചിനെ കാണിക്കുന്നില്ല. കൊച്ചിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് അവർ വീട്ടിലെത്തിയതെന്നും രജിസ്റ്ററൊക്കെ എടുത്ത് നോക്കി അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. രജിസ്റ്ററോട് ചോദിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് അവർ. കുട്ടിയോട് മോശമായ രീതിയിലോ ഒന്നും സംസാരിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആ കുട്ടിയെ ഈ ഒരു ഇതിനകത്ത് വലിച്ചിഴക്കേണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അവരുടെ വീട്ടിൽ പോയപ്പോൾ ആ ഒരു കൊച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. അത് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. ഓൾറെഡി അതിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തോരം വിഷമം ഉണ്ടായിരിക്കും, നമ്മളത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അവർ ആ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കിന് ഒന്ന് ചിന്തിക്കണമായിരുന്നു. നമ്മളോട് മോശം ചെയ്ത ആൾക്കാരുടെ അടുത്ത് അതേ രീതിയിൽ നമ്മൾ തിരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ. പിന്നെ റാണിയൊക്കെ കിട്ടേണ്ടതായിരുന്നു. അത് ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. അവരെ പോലുള്ളവർക്ക് അത് കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷേങ്കിൽ അവരുടെ മോള് ഒന്നും അറിയാത്ത ഒരു കൊച്ചാണ്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ്. അത് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് 18 വയസ്സിന് മുകളിലുണ്ടോ
ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. അതിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് അവർ ആ വീട്ടിൽ കയറിയതെന്ന് പറയുന്നു. അതിൻ്റെ രജിസ്റ്ററൊക്കെ എന്തൊക്കെയോ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ തിരിച്ചടി ആവാൻ പാടില്ല. അവർ ഒരു പക്ഷേ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേങ്കിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ആ കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ, ഓൾറെഡി അതിൻ്റെ പേരൊക്കെ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, എടുത്ത് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പം ആ കുട്ടീനെ ഒഴിവാക്കാമായിരുന്നു ആണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.